ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ കാണുന്നത് അനിമൽ കിങ്ഡത്തിലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു പാരഗ്രാഫിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനിമൽ കിങ്ഡത്തെ നമുക്ക് രണ്ട് മെയിൻ ഡിവിഷൻസ് ആക്കാം, രണ്ട് മെയിൻ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ലൈക്ക് ഇൻവെർട്ടിബ്രേറ്റ്സ് ആൻഡ് വേർട്ടിബ്രേറ്റ്സ്. ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത് ലോവർ ഓർഗാനിസംസ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസംസ്. വേർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ്ഡ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ ലോവർ ഓർഗാനിസംസിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസിലും നമ്മൾ എന്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഡിഫറൻസസ് ഉണ്ടാവും അല്ലെ. ലോവർ ഓർഗാനിസംസിൽ സിമ്പിൾ ആയിട്ടുള്ള ഓർഗൻസും അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ഒക്കെ ആയിരിക്കും അവരുടെ ബോഡി ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ പ്രോപ്പർ ആയിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റംസും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മളുടെ കേസിൽ, വേർട്ടിബ്രേറ്റ്സിന്റെ ഒക്കെ കേസിൽ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിതൗട്ട് ഡൗട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് കിഡ്നീസ് ആണ്. We have well functioning organ systems like excretory system ഉണ്ടല്ലേ നമുക്ക്, with kidneys as the excretory organs. പക്ഷെ ലോവർ ഓർഗാനിസംസിലെ എന്താണ് എക്സ്ക്രീറ്ററി ഓർഗൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് സ്പോഞ്ചസ് എന്ന് പറയുന്നത്. സ്പോഞ്ചസ് വരുന്നത് പോറിഫറയ്ക്കകത്താണ് അല്ലെ. പോറിഫറ, ഇൻവേർട്ടിബ്രേറ്റിലെ പോറിഫറയിലാണ് സ്പോഞ്ചസ് വരുന്നത്. ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ബോഡി സർഫേസ് ആണ്. ബോഡി സർഫേസിൽ കൂടിയാണ് ഇവര് വേസ്റ്റസ് റിമൂവ് ചെയ്യുന്നത്. അടുത്തത് പ്ലാറ്റിഹെൽമിന്തസ് ആണ്. ഫ്ലാറ്റ് വേംസ് വരുന്ന ഗ്രൂപ്പാണ്. ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഫ്ലെയിം സെൽസ് ആണ്. ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രീഡിയ എന്ന് നമ്മൾ പറയാം. പ്രോട്ടോനെഫ്രീഡിയ. എക്സാമ്പിൾ പ്ലനേറിയ. ഫ്ലാറ്റ് വേംസിലെ എക്സാമ്പിൾ പ്ലനേറിയ. ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്താണ്? ഫ്ലെയിം സെൽസ് ആണ്, പ്രോട്ടോനെഫ്രീഡിയ ആണ്. ബണ്ടിൽ ഓഫ് ഫ്ലെയിം സെൽസിനാണ് നമ്മൾ പ്രോട്ടോനെഫ്രീഡിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, പ്ലനേറിയയുടെ ഡയഗ്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ട്യൂബ്യൂൾസ് ഓഫ് പ്രോട്ടോനെഫ്രീഡിയ എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് എന്തുണ്ട്? ഫ്ലെയിം സെൽസിന്റെ ഒരു കൂട്ടം ഉണ്ട് അല്ലെ. അതിനാണ് നമ്മൾ ട്യൂബ്യൂൾസ് ഓഫ് പ്രോട്ടോനെഫ്രീഡിയ എന്ന് വിളിക്കുന്നത്. അതിൽ ഒരു ട്യൂബ്യൂൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലെയിം സെൽസ് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ. ഇനി ഈ ഫ്ലെയിം സെൽസിനെ എന്തുകൊണ്ടാണ് ഫ്ലെയിം സെൽസ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ they consist of cluster of cilia. ഫ്ലെയിം സെൽസിനകത്ത് സിലിയുടെ ഒരു കൂട്ടം ഉണ്ട് അല്ലെ. അപ്പൊ ഇവരെ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി കഴിയുമ്പോൾ ഈ ക്ലസ്റ്റർ ഓഫ് സീലിയ ഉള്ളത് കൊണ്ട് ഒരു ഫ്ലിക്കറിംഗ് ഫ്ലെയിം പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഫ്ലെയിം സെൽസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്ലാറ്റിഹെൽമിന്തസിന്റെ, പ്ലനേറിയയുടെ ഒക്കെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഫ്ലെയിം സെൽസ് ആണ്, ഓർ പ്രോട്ടോനെഫ്രീഡിയ. അടുത്ത ഗ്രൂപ്പ് അനലിഡ്സ്. അനലിഡയിലെ ടിപ്പിക്കൽ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് കോക്രോച്ച് ആണ്. കോക്രോച്ച് അല്ലല്ലോ, എർത്ത് വോം അല്ലെ. എന്ത് മണ്ടത്തരമാണ് ഈ വിളിച്ചു പറയുന്നത്. എർത്ത് വോം. എർത്ത് വോമിന്റെ ഒക്കെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്താണ്? നെഫ്രീഡിയ. നെഫ്രീഡിയ ആക്ട് ആസ് ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ അനലിഡ്സ്. എക്സാമ്പിൾ എർത്ത് വോം. ഇപ്പൊ എർത്ത് വോമിന്റെ ഒക്കെ ബോഡി സെഗ്മെന്റഡ് ആണ്, നിങ്ങൾക്ക് അറിയാം. ഓരോ സെഗ്മെന്റിലും നമുക്ക് പെയർ ഓഫ് നെഫ്രീഡിയ വെച്ച് കാണാനായിട്ട് പറ്റും. ഓക്കെ. അടുത്തത് ആർത്രോപോഡയാണ്. ആർത്രോപോഡ. ആർത്രോപോഡയിൽ തന്നെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ. ഡിഫറെന്റ് ക്ലാസ്സസ് എന്നോ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് എന്നോ പറയാം. ആർത്രോപോഡയിലെ ഇൻസെക്ട്സിലെ എക്സാമ്പിൾ കോക്രോച്ച്. കോക്രോച്ചിലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്താണ്? മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആണ്. മാൽഫീജിയൻ ട്യൂബ്യൂൾസ്. നിങ്ങൾ കോക്രോച്ചിനെ ഡിസെക്ട് ചെയ്യുമ്പോൾ ഈ മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ലേബൽ ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ ഈ എച്ച് ഇവിടെ വേണ്ട കേട്ടോ, ഇത് റോങ് ആണ്. മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ഇങ്ങനെയാണ് എഴുതുന്നത്. മാൽഫീജിയൻ ട്യൂബ്യൂൾസ്. ഇത് ആരുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ്? ഇൻസെക്ട്സിലെ അല്ലെ. എക്സാമ്പിൾ കോക്രോച്ച്. അടുത്തത് ഈ ആർത്രോപോഡ്സിൽ തന്നെ ക്രസ്റ്റേഷ്യൻസിലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആന്റിനൽ ഗ്ലാൻസ് ഓർ ഗ്രീൻ ഗ്ലാൻസ്. സോ ആന്റിനൽ ഓർ ഗ്രീൻ ഗ്ലാൻസ് ആക്ട് ആസ് ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ ക്രസ്റ്റേഷ്യൻസ്. ടിപ്പിക്കൽ എക്സാമ്പിൾ പ്രോൺസ്. പ്രോൺസിലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആന്റിനൽ ഗ്ലാൻസ് ആണ്, ഓർ ഗ്രീൻ ഗ്ലാൻസ് അല്ലെ. ഇനി ആർത്രോപോഡ്സിലെ തന്നെ അടുത്ത ഗ്രൂപ്പ് അരക്കനിഡ്സ്. അരക്കനിഡ സ്പൈഡർ വരുന്ന ഗ്രൂപ്പാണ്. സ്പൈഡർ. അപ്പോൾ സ്പൈഡറിലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്തായിരിക്കും? കോക്സൽ ഗ്ലാൻസ്. കോക്സൽ ഗ്ലാൻസ് ആക്ട് ആസ് ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ അരക്കനിഡ്സ്. എക്സാമ്പിൾ സ്പൈഡർ. ഇനി വേർട്ടിബ്രേറ്റ്സിലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്തായിരിക്കും? അത് നമുക്കറിയാം അല്ലെ. ഒബ്വിയസ്ലി കിഡ്നീസ് ആക്ട് ആസ് ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ വേർട്ടിബ്രേറ്റ്സ്. നമ്മൾ ഉൾപ്പെടുന്ന വേർട്ടിബ്രേറ്റ്സിലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് കിഡ്നീസ് ആണ്. ഓക്കെ.
അപ്പോ ഞാൻ ഈ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ അനിമൽ കിങ്ഡം ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ഫുൾ ഇത് മുഴുവൻ എന്താണ്? ഇൻവേർട്ടിബ്രേറ്റ്സ് ആണ്. ഏറ്റവും താഴെയാണ് വെർട്ടിബ്രേറ്റ്സിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇൻവേർട്ടിബ്രേറ്റ്സിലെ പോറിഫറ സ്പോഞ്ചസ് വരുന്ന ഗ്രൂപ്പ്, അതുപോലെ സീലൻഡ്രേറ്റ്സ് ഹൈഡ്ര വരുന്ന ഗ്രൂപ്പ്, ഇവരുടെയൊക്കെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ബോഡി സർഫേസ് ആണ്. ബോഡി സർഫേസിൽ കൂടെയാണ് ഇവർ വേസ്റ്റസ് റിമൂവ് ചെയ്യുന്നത്. അടുത്തത് പ്ലാറ്റിഹെൽമിന്തസ് ഓർ ഫ്ലാറ്റ് വേംസ്, എക്സാമ്പിൾ പ്ലനേറിയ. അതേപോലെ റോട്ടിഫേഴ്സ്, സം അനലിഡ്സ് ആൻഡ് ആംഫിയോക്സസ്. ആംഫിയോക്സസ് എന്ന് പറഞ്ഞൊരു സെഫലോകോഡേറ്റ് ആണ് അല്ലെ. ഇവിടെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്താണ്? ഫ്ലെയിം സെൽസ് ഓർ പ്രോട്ടോനെഫ്രീഡിയ. ഫ്ലെയിം സെൽസ് ഓർ പ്രോട്ടോനെഫ്രീഡിയ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് പ്ലാറ്റിഹെൽമിന്തസ് ആയിരിക്കണം, പ്ലനേറിയയുടെ പിക്ചർ ആയിരിക്കണം. ഓക്കെ. പിന്നെ അനലിഡ്സിലെ എർത്ത് വോമിലേക്ക് എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്താണ്? നെഫ്രീഡിയ. ആർത്രോപോഡ്സിലെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ്, ഇൻസെക്ട്സ് ലൈക് കോക്രോച്ചിലേക്ക് എക്സ്ക്രീറ്ററി ഓർഗൻസ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. ക്രസ്റ്റേഷ്യൻസിലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്താണ്? ആന്റിനൽ ഗ്ലാൻസ് ഓർ ഗ്രീൻ ഗ്ലാൻസ്. ടിപ്പിക്കൽ എക്സാമ്പിൾ പ്രോൺസ് അല്ലെ. ദെൻ അരഗ്നൈഡ്സിലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്താണ്? കോക്സൽ ഗ്ലാൻസ്, എക്സാമ്പിൾ സ്പൈഡർ. പിന്നെ വെർട്ടിബ്രേറ്റ്സിലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് കിഡ്നീസ് അല്ലെ.